അല്പസമയത്തെ ധ്യാനത്തിനായി ദേവൻഗലുവിനായിട്ട് വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 30 വരെയുള്ള വാക്യമാണ് ദേവൻഗലുവൻ ഭാഗമായിട്ട് വായിച്ചത്. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായിട്ട് അതാണ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 45 ദിവസമായി ദേവാലയത്തിലും 2-3 വീടുകളിലുമായി നമ്മുടെ സന്ധ്യാനമസ്കാര ശുശ്രൂഷ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ ആദ്യമായിട്ടാണ് സന്ധ്യാനമസ്കാരത്തിൽ ഞാൻ പ്രസംഗിക്കുന്നത്. 2-3 വീടുകളിലുള്ള ചെറിയ ധ്യാനം നയിപ്പാനായിട്ട് സാധിച്ചു. നല്ല നല്ല പ്രസംഗങ്ങൾ നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ കേൾക്കുവാനായിട്ട് സാധിച്ചു. നോമ്പ് നമസ്കാരം കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ അൽമായരുടെ വലിയ നേതൃത്വം അവിടെ ഉണ്ടായി. അൽമായ നേതൃത്വത്തിലാണ് അത് നടത്തപ്പെട്ടത്. എനിക്ക് മിക്കവാറും ഒരു ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഈ സന്ധ്യാ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഒരു പ്രത്യേക അനുഭൂതിയുടെയും ഒരു പ്രത്യേകമായ സന്തോഷത്തിൻ്റെയും അനുഭവമായി ഈ നോമ്പ് നമസ്കാരം ഈ ദിവസങ്ങളിലൊക്കെ തീർന്നു. നാളെ ഇനി പെസഹായുടെ വിശുദ്ധ കുർബാനയാണ്. മറ്റന്നാൾ നമ്മൾ കർത്താവിൻ്റെ ക്രൂശുമരണത്തെ കൊണ്ടാടുന്നതായിട്ടുള്ള ദുഃഖവെള്ളിയാഴ്ചയാണ്. പിന്നീട് ഉയർപ്പോടുകൂടി നമ്മുടെ ശുശ്രൂഷകൾ അവസാനിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ ഇതിനുവേണ്ടി ഒരുങ്ങി സ്ഥിരം വരുന്ന ധാരാളം ആളുകളുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചല്ലോ. ഈ നോമ്പ് നമസ്കാരത്തിൽ ഒന്നും മുടങ്ങാതെ തന്നെ എല്ലാ ദിവസവും വന്ന് സംബന്ധിക്കുന്ന ആളുകളുടെ എണ്ണം അതൊക്കെ അനുഗ്രഹപൂർണ്ണമായി തീർന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ സമർപ്പണം, ഈ നോമ്പ് കാലത്തുള്ള നമ്മുടെ സമർപ്പണം, നമ്മുടെ വിനയം, അത് കർത്താവ് നമ്മളെ തൂക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മളെ തന്നെ, നമ്മുടെ തലകളെ ദൈവമുമ്പാകെ വണക്കി പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. നമ്മളാണ് പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് കർത്താവ് അവിടെ നിന്ന് അറിഞ്ഞ് വിഭാഗിച്ചു തരണം. അതുകൊണ്ട് കർത്തൃസന്നിധിയിൽ നമ്മളെ തന്നെ നമുക്ക് വിനയപ്പെടുത്താം. കഴിഞ്ഞ വർഷം ഈ നോമ്പ് നമസ്കാരത്തിലുണ്ടായിരുന്ന പലരും ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. നമ്മുടെ സ്വന്തക്കാർ, പ്രിയപ്പെട്ടവരൊക്കെയും ഈ ലോകത്തുനിന്ന് പോയി. നമ്മുടെ സമഷ്ടങ്ങളും പ്രിയപ്പെട്ടവരും സഹോദരങ്ങളും മക്കളും വർക്ക് ചെയ്യുന്നതായിട്ടുള്ള വിദേശ രാജ്യങ്ങൾ വളരെ ഭീഷണിയിലും പ്രയാസങ്ങളിലുമായിരിക്കുന്നു. അവരെ ഓർക്കുവാനുള്ള ഏക ശുശ്രൂഷ, അവരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാനായിട്ടുള്ള ഏക ശുശ്രൂഷ നമ്മുടെ പ്രാർത്ഥനയാണല്ലോ. പ്രാർത്ഥന അല്ലാതെ ജീവിതത്തിലൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് മുട്ടിപ്പായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ മുടങ്ങാതെ ദേവാലയത്തിൽ വന്ന പ്രിയപ്പെട്ടവരെയും നമുക്ക് പ്രാർത്ഥന ഓർക്കാം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് അടിയനും ബലഹീനനായ ഇടയനും ശുശ്രൂഷ നിലനിൽപ്പാനായിട്ട് സാധിച്ചത്. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള തിരുവചനം എന്താണെന്ന് അറിഞ്ഞ് ഞങ്ങൾക്ക് വിഭാഗിച്ച് നൽകണമേ. കേൾവിക്കാരായിട്ടുള്ള മക്കളെ വാഴ്ത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെയും ആമേൻ. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് ഇപ്പോൾ വായിച്ചു കേട്ട വേദഭാഗം. ഇന്നത്തെ ബിസിനസ് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ദൈനംദിന ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ ഓർത്തുകൊണ്ടാണ്, അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉപമ ജനത്തോട് പറഞ്ഞത്, ശിഷ്യന്മാരോട് പറഞ്ഞത്. അതുകൊണ്ട് ഈ ഉപമയ്ക്ക് പറയുന്ന പേര് ദ പാരബിൾ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. ദ പാരബിൾ ഓഫ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വത്തിൻ്റെ ഉപമ എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്തീയ കാര്യവിചാരകത്വം എന്നുള്ള വലിയ പദം, അതിൻ്റെ അർത്ഥം സവിസ്തരം നമ്മളോട് പ്രസ്താവിക്കുന്നതായിട്ടുള്ള ഒരു ഉപമയാണ് ഈ ഉപമ. കാര്യവിചാരകത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യങ്ങൾ വിചാരത്തോടെ ചെയ്യുക എന്നുള്ളതാണ് കാര്യവിചാരകത്വം എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതവും സാധ്യതകളും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്നാണ് ഈ താലന്തിൻ്റെ ഉപമയിലൂടെ നമ്മളോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ താലന്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവം നമുക്ക് സമാനമായിട്ട് നൽകുന്നതാണ് താലന്ത്. 5 താലന്തും
2 താലന്തും 1 താലന്തും ഒരു യജമാനൻ തൻ്റെ ദാസന്മാരെ വിളിച്ച് അവർക്ക് നൽകിയ ശേഷം വിദേശത്തേക്ക്, ദൂരസ്ഥലത്തേക്ക് പോവുകയാണ്. യജമാനൻ്റെ സെലക്ഷൻ വളരെ പ്രധാനമാണ്. നമ്മളെ ഇവിടെ ഈ ദിവസങ്ങളിലൊക്കെ പല കാര്യങ്ങൾക്ക് യജമാനൻ സെലക്ട് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ചിലരെ പാട്ട് പാടാൻ വേണ്ടി, ചിലരെ പാഠം വായിക്കാൻ വേണ്ടി, ചിലരെ പ്രാർത്ഥിക്കാൻ വേണ്ടി, ചിലരെ വചന ശുശ്രൂഷ നിർവഹിക്കാൻ വേണ്ടി, ചിലരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി യജമാനൻ സെലക്ട് ചെയ്തു. 3-4 പ്രധാന കാര്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് നമ്മൾ ഓർക്കണം. ഒന്ന്, അവസരങ്ങൾ വിലപ്പെട്ടതാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നെവർ മിസ് ദി ഓപ്പർച്യൂണിറ്റി. അവസരങ്ങളെ ഒരിക്കലും നഷ്ടമാക്കുവാൻ പാടില്ല. ഒരുപക്ഷെ ഒരു പാഠം വായിക്കുവാനായിട്ടുള്ള ചാൻസ് ആകാം, ചിലപ്പോൾ പ്രാർത്ഥിക്കാനുള്ള ഒരു ചാൻസ് ആകാം, അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് ആകാം. അതിലൂടെ നമുക്ക് ഉന്നതമായിട്ടുള്ള ഒരു വളർച്ചയുടെ പന്ഥാവിലേക്ക് പ്രവേശിപ്പാൻ കഴിയും. ദൈവം ഏത് രീതിയിലാണ്, യജമാനൻ ഏത് രീതിയിലാണ് നമ്മളെ സെലക്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അവസരങ്ങൾ വിലപ്പെട്ടതാണ്. നെവർ മിസ് ദി ഓപ്പർച്യൂണിറ്റി. ഒരിക്കലും അവസരങ്ങളെ നഷ്ടമാക്കുവാൻ പാടില്ല. മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, അവസരങ്ങളെ തക്കത്തിൽ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കണം. തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും എന്ന് നമ്മൾ വായിക്കുന്നു. എന്തുവാ ആരാ? ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. തക്ക കാലത്താണ് നമ്മൾ ഫലം കായ്ക്കേണ്ടത്. തക്ക കാലത്ത് നമ്മുടെ അവസരങ്ങളെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. നമുക്ക് ആയുസ്സും ആരോഗ്യവും ദൈവം തന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ അവസരങ്ങളെ ശരിയാവണ്ണം ഉപയോഗിക്കുവാനായിട്ട് കഴിയണം. ഒരുപക്ഷെ വൃദ്ധനോ വൃദ്ധയോ ബെഡ്രിഡനായി നമ്മൾ കിടക്കയിൽ കിടക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് സാധിച്ചുവെന്ന് വരികയില്ല. എന്നാൽ വായും നാവും മനസ്സും ശരീരവും ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് ആ സൃഷ്ടാവിനെ സൃഷ്ടി പുകഴ്ത്തുവാനായിട്ടും സ്തുതിപ്പാനായിട്ടും ഇടവരുന്നതാണ് തക്കത്തിൽ ഉപയോഗപ്പെടുന്ന കാര്യം. മറ്റൊരു കാര്യം, വേദപുസ്തകത്തിൻ്റെ ആരംഭം തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് അധ്വാനം സൃഷ്ടിയുടെ ഉദ്ദേശമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇത് കാണുന്നുണ്ട്. ടു കീപ്പ് ആൻഡ് ടിൽ ദി ലാൻഡ്. ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കി മനുഷ്യന് വലിയൊരു ഉത്തരവാദിത്വം നൽകി. തോട്ടം സൂക്ഷിപ്പാനും അവിടെ കൃഷി ചെയ്യുവാനും ഉള്ള ഉത്തരവാദിത്വം നൽകി. അതുകൊണ്ട് അധ്വാനം എന്ന് പറയുന്നത് സൃഷ്ടിയിലെ ഉദ്ദേശമാണ്. മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, ദൈവത്തിൻ്റെ ലോകത്തിൽ നന്മയായി തീരുവാനുള്ള ആഹ്വാനമാണ് ഈ താലന്തിൻ്റെ ഉപമയിലൂടെ കർത്താവ് പഠിപ്പിക്കുന്നത്. 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, അവസരങ്ങൾ വിലപ്പെട്ടതാണ്. 2, അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കണം. അധ്വാനം സൃഷ്ടിയുടെ ഉദ്ദേശമാണ്. അതുകൊണ്ട് നമ്മുടെ അധ്വാനം, നമ്മുടെ പ്രയത്നം അത് വളരെ പ്രധാനമാണ്. അത് ആരാധനയുടെ ഭാഗമാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കണം. അവസാനമായി പറഞ്ഞത്, ദൈവത്തിൻ്റെ ലോകത്തിൽ നന്മയായി തീരുവാൻ ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുകയാണ്. ഈ ഉപമയിൽ 5 പ്രധാന കാര്യങ്ങൾ ഓർപ്പിക്കുന്നുണ്ട്. വേദപുസ്തകം എന്ന് പറയുന്നത് അവസാനിക്കുന്നത് ഒരു യുഗാന്ത്യ ദർശനത്തോടു കൂടിയാണ് വേദപുസ്തകം അവസാനിക്കുന്നത്. അവസാനത്തെ വാക്യം ഏതാ? അവസാനത്തെ വാക്യം ആശീർവാദമാണ്. അതിന് മുമ്പത്തെ വാക്യം ഏതാ? വെളിപ്പാട് പുസ്തകം. ആമീൻ കർത്താവായ യേശുവേ. വേഗം എവിടെയെങ്കിലും ഉണ്ടോ? അതാ, നമുക്കെല്ലാത്തിനും വേഗം കൂടുതലാണ്. പാട്ട് പാടുന്നതിന്, പ്രാർത്ഥിക്കുന്നതിന്, വായിക്കുന്നതിനെല്ലാം വേഗം കൂടുതലാണ്. ആമീൻ കർത്താവായ യേശുവേ വരേണമേ എന്നേ ഉള്ളൂ അതിനകത്ത് എഴുതിയിട്ടുള്ളൂ. അത് എപ്പോൾ വന്നാലും, വേഗമാണെങ്കിലും അല്ലാതാണെങ്കിലും എപ്പോൾ വന്നാലും അതാണ് ആമീൻ കർത്താവായ യേശുവേ വരേണമേ എന്നുള്ളതാണ്. വേദപുസ്തകം എന്ന് പറയുന്നത് അവസാനിക്കുന്നത് ഒരു യുഗാന്ത്യ ദർശനത്തോടു കൂടിയാണ് അവസാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് നാം അനുഭവിക്കുന്ന സമ്പത്തും നമ്മുടെ എല്ലാ ഭൗതികമായ സാഹചര്യങ്ങളും നമ്മുടെ വാഹനങ്ങളും നമ്മുടെ സ്വന്തമെന്ന് പറയുന്നതെല്ലാം ഉപേക്ഷിച്ച് പോകുവാൻ വിധിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് മരണാനന്തര ശുശ്രൂഷയുടെ ആദ്യോടന്തം ആ ഒരു വലിയ പ്രത്യാശയുടെ പ്രാർത്ഥനകൾ ഉരുവിടുന്നത്. ഈ ലോകം അവസാനിച്ചാലും കർത്താവിനോടുകൂടി ഒരു പുതിയ ജീവിതത്തിലേക്ക്, ഒരു പുതിയ ലോകത്തിലേക്ക്, ഒരു പുതിയ ലോകക്രമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമെന്നുള്ള പ്രത്യാശയുടെ വചനങ്ങൾ മരണസമയത്ത് നമ്മൾ പറയുന്നത്. മറ്റൊരു കാര്യം ഓർക്കേണ്ടത്,
ഒരു റെസ്പോൺസിബിലിറ്റിയുടെ അനുഭവമാണ്. ദൈവം നമുക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകിയിരിക്കുകയാണ്. എളമ്പൽ ജെറുസലേം പള്ളിയുടെ അംഗമായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും മാർത്തോമാ സഭയുടെ അംഗങ്ങളാണ്. മാർത്തോമാ സഭയുടെ അംഗങ്ങളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ക്രിസ്തീയ സഭയുടെ അംഗങ്ങളാണ്. ആരാണ് സഭ? പേരല്ലാതെ ഒന്നുമില്ലയോ. ഇതെല്ലാം പേരുകൾ മാത്രമാണ്. ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന അനേകായിരങ്ങൾ ലക്ഷങ്ങൾ ആളുകളുണ്ട്. അവരിൽ ക്രിസ്തീയ സഭയുണ്ട്. എളമ്പപ്പള്ളിയിൽ ക്രിസ്തീയ സഭയുണ്ട്. കേരള സംസ്ഥാനത്തും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും എല്ലാം ക്രിസ്തീയ സഭയുണ്ട്. ഒരു വ്യത്യാസമേ ഉള്ളൂ, നീ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട് ഇരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ടിട്ടുണ്ടോ? നീ വീണ്ടെടുക്കപ്പെട്ട ജീവിതത്തിൻ്റെ അനുഭവമുണ്ടോ? യേശു ക്രിസ്തുവിന്റെ രക്ഷയും കർത്താവുമായി വീണ്ടെടുപ്പുകാരനുമായി നീ സ്വീകരിച്ച് ആ മുദ്ര നിനക്ക് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള ആളുകളാണ് എന്ത്? സഭയുടെ അംഗങ്ങളായിത്തീരുന്നത്. അതുകൊണ്ട് ഈ സഭാംഗങ്ങളായിട്ടുള്ള നമുക്ക് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ദ പാരബിൾ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള പദം അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടുന്നതാണ്. മറ്റൊരു വാക്ക് ഞാൻ പറയാം. മൂന്നാമത് ഉപയോഗിക്കുന്ന വാക്ക് ഫെയ്ത്ത്ഫുൾനെസ് എന്നുള്ളതാണ്, വിശ്വസ്തത എന്നുള്ളതാണ്. ഇന്ന് വിശ്വസ്തത ലോകത്തുനിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. വിശ്വാസികളുടെ എണ്ണം കുറഞ്ഞു പോയിരിക്കുന്നു. വിശ്വസ്തരായിട്ടുള്ള ആളുകളുടെ എണ്ണം ഇന്ന് കുറഞ്ഞു പോയിരിക്കുന്നു. മറ്റൊരു വാക്ക് ലോയൽറ്റി എന്നുള്ളതാണ്. ആ വിശ്വസ്തതയുടെ പര്യായമായിട്ടുള്ള മറ്റൊരു വാക്കാണ് ലോയൽറ്റി. നിനക്ക് ചർച്ചിനോട് ലോയൽറ്റി ഉണ്ടോ? നിനക്ക് സഭാ നേതാക്കന്മാരോടും സഭാപിതാക്കന്മാരോടും ലോയൽറ്റി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. മറ്റൊരു വാക്ക് ഞാൻ പറയട്ടെ, ഇംഗ്ലീഷിലുള്ള അടുത്ത വാക്ക് അക്കൗണ്ടബിലിറ്റി. ഈ ഇടവകയുടെ അംഗങ്ങളായിട്ടുള്ള എനിക്ക് നിങ്ങൾക്കും ഈ ഇടവകയോടും സഭയോടും ഒരു വലിയ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അത് വളരെ പ്രധാനമാണ് എന്നുള്ളത് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഇവിടെ ഈ താലന്തിൻ്റെ ഉപമയിൽ 2 പേർ വിശ്വസ്തരായിരുന്നു. ആ വിശ്വസ്തരായിട്ടുള്ള ആളുകൾ 5 താലന്തും 2 താലന്തും അത് എത്രയും കൂടെ ആക്കി ഇരട്ടിയാക്കി തീർത്തു. എന്നാൽ മൂന്നാമത്തെ ആൾ എന്തായിരുന്നു? അവിശ്വസ്തനായിട്ടുള്ള ഒരു ദാസനായിരുന്നു. കാരണം അവിശ്വസ്തനായ ദാസനായതുകൊണ്ട് ആണ് ഈ യജമാനനെക്കുറിച്ച് കുറ്റം പറയുകയാണ്. യജമാനെക്കുറിച്ച് പിറുപിറുക്കുകയും കുറ്റം പറയുകയും ചെയ്യുകയാണ്. വിതയ്ക്കാത്തിടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തിടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്നു എന്നുള്ള പദം അവിടെ ഉപയോഗിക്കുകയാണ്. അവിശ്വസ്തനായ ദാസൻ താലന്ത് നശിപ്പിക്കുന്നില്ല, താലന്ത് വിനിയോഗം ചെയ്യുന്നില്ല. ആ പാവപ്പെട്ടവൻ എന്ത് ചെയ്തു? ഇതെല്ലാം ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു. പക്ഷെ തക്ക സമയത്ത് ചെയ്യേണ്ടത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ആ മനുഷ്യനെ യജമാനൻ വിളിക്കുന്ന പേരുണ്ട്. എന്താണ്? നീ കഠിനഹൃദയൻ. ആദ്യത്തെ 2 പേർക്ക് പറയുന്ന പേരെന്താണ്? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. തക്ക സമയത്ത് ചെയ്യേണ്ടത് ചെയ്യുന്നില്ല. ദൈവ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുകയാണ്. ദൈവ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുകയും മനുഷ്യനെ ലോകത്തിൽ ചെയ്യുവാനായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ദൈവ മനുഷ്യനെ ഏൽപ്പിക്കുകയും ചെയ്യുകയാണ്. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ചോയ്സ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഓർക്കേണ്ടത് തക്ക സമയത്ത് നമ്മുടെ താലന്തുകൾ വിനിമയം ചെയ്യുവാനായിട്ട് നമുക്ക് ഇടവരണം. ഈ താലന്തിൻ്റെ ഉപമ നമ്മൾ പഠിക്കുമ്പോൾ ഒരു താലന്തിൻ്റെ വില എന്ന് പറയുന്നത് 240 പൗണ്ട്സാണ്. അവനവൻ്റെ വ്യക്തിപരമായ പ്രാപ്തിക്കനുസരിച്ചാണ് താലന്ത് കൊടുക്കുന്നത്. ആദിമകാലത്ത് സ്വർണം വെള്ളി അളവ് എന്ന് പറയുന്നത് താലന്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ്, അവനവൻ്റെ പ്രാപ്തിക്കനുസരിച്ചുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ് നമുക്കിവിടെ ദർശിക്കാൻ കഴിയുന്നത്. വേദപുസ്തകത്തിൽ 3 വിഭാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 1 യജമാനൻ, ദാസൻ, 3 കൂലിക്കാരൻ. കാരണം നഷ്ടപ്പെട്ടു പോയ മകൻ എല്ലാം നഷ്ടപ്പെട്ട ശേഷം അവൻ മാനസാന്തരപ്പെട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് ചെന്ന് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറയും. അപ്പൻ്റെ ഭവനത്തിലേക്ക് ഞാൻ ചെല്ലും. അപ്പനോട് പറയും, നിൻ്റെ കൂലിക്കാരനിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ, നിൻ്റെ ദാസനെ പോലെ എന്നെ ആക്കണമെന്ന് പറയുന്നില്ല. എന്താ കാര്യം? യജമാനൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാത്തിൻ്റെയും മേധാവിത്വമുള്ള ആളാണ് യജമാനൻ. എന്നാൽ ദാസൻ എന്ന് പറയുന്നത് യജമാനനോട് ആശ്രയിച്ച് നിൽക്കുന്ന ആളിനെയാണ് ദാസൻ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ കൂലിക്കാരനുമുണ്ട്, ദാസനുമുണ്ട്. കൂലിക്കാരൻ എൻ്റെ ജോലി എന്ന് പറയുന്നത് 8 മണി എന്ന് പറഞ്ഞാൽ 9 മണിക്ക് വരും.
ഒരു 11 മണിയാകുമ്പോൾ ചായ കുടിക്കും, പിന്നെ ബാക്കി അതിൻ്റെ കൂടെ വല്ലതും കുടിക്കാനുണ്ടെങ്കിൽ കുടിക്കും. ഒരു 12 മുക്കാലാകുമ്പോൾ കഴിക്കാനായിട്ട് പോകും. ഒരു 4:30 ആകുമ്പോൾ, ഇവിടുത്തെ ജോലിക്കാരുടെ കാര്യമല്ല, ഞാൻ പലയിടത്തും ഇരുന്ന സ്ഥലത്തുള്ള ജോലിക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഒരു 4:30 ആകുമ്പോൾ വാച്ച് കയ്യിലില്ലെങ്കിലും എങ്ങനെയോ അറിയത്തില്ല, നമ്മൾ 5 മണിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 4:30 ആകുമ്പോഴേ അവിടെ കുന്താലി റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. അതാണ് കൂലിക്കാരൻ, ശമ്പളം വാങ്ങിച്ചു പോകും. അവന് യജമാനോട് യാതൊരു ഉത്തരവാദിത്വമില്ല, നോ റെസ്പോൺസിബിലിറ്റി. അതാണ് കൂലിക്കാരൻ. എന്നാൽ ദാസൻ എന്തോന്നറിയാമോ? ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു പശുവിനെ ആടിനെയോ പറമ്പിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ അഴിച്ച് അതിനെ കൂട്ടിൽ കൊണ്ട് കെട്ടും. യജമാനൻ്റെ ഏതെങ്കിലും തുണികൾ വെളിയിൽ ഉണങ്ങാനിട്ടിട്ടുണ്ടെങ്കിൽ അതെടുത്ത് അകത്തിടും. ആ യജമാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യും. അതാണ് ആര്? ദാസൻ എന്ന് പറയുന്നത്. യജമാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ദാസൻ. കൂലിക്കാരൻ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങളില്ല, നോ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് യജമാനൻ ദാസന്മാരോട് വെറും കൂലിക്കാരനെയല്ല ഏൽപ്പിച്ചത്, പിന്നെയോ ദാസന്മാരെ താലന്തുകൾ ഏൽപ്പിച്ച് വിദേശത്തേക്ക് പോയി എന്നുള്ളത് നമ്മൾ ഓർക്കുകയാണ്. സത്യം പ്രവർത്തിപ്പാനും വിശ്വസ്തത പുലർത്തുവാനും പരസ്പരം കരുതുവാനുമുള്ള യജമാനൻ്റെ വലിയ ദൗത്യമാണ് ഈ നോമ്പുകാലത്ത് നമ്മളെ ഓർപ്പിക്കുന്നത്. മറ്റൊരു കാര്യം നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നത്, യജമാനെക്കുറിച്ചുള്ള ധാരണയും ദാസന്മാരുടെ പ്രവർത്തനവും വളരെ പ്രധാനമാണ്. ദൈവദാനമായ അനുഗ്രഹങ്ങളെ ദൈവികമായ ഉദ്ദേശനിവൃത്തിക്കായി ഉപയോഗിക്കുന്നതാണ് കാര്യവിചാരകത്വം എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ദൈവദാനമായ അനുഗ്രഹങ്ങളെ ദൈവികമായ ഉദ്ദേശനിവൃത്തിക്കായി ഉപയോഗിക്കുന്നതാണ് കാര്യവിചാരകത്വം. അതുകൊണ്ട് മൂന്നാമൻ്റെ തെറ്റായ ധാരണ, ആ തെറ്റായ ധാരണയുടെ ഫലമായിട്ടാണ് കഠിനഹൃദയൻ എന്നുള്ള പദം അവിടെ വാങ്ങിക്കുവാൻ സാധിക്കുന്നത്. ദൈവത്തെ പറ്റിയുള്ള ശരിയായ ധാരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് നമ്മെ വിശ്വാസത്തിലേക്കും വിശ്വസ്തതയിലേക്കും നയിക്കുമെന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ 5കാരനും 2കാരനും റിവാർഡ് ദി സെയിം. നമ്മൾ സാധാരണ ഈ പറഞ്ഞ് എന്നും പറയുന്ന ഒരു വാക്കാണ് നീ എന്നാ വന്നതെന്നുള്ളത്. നീ ചിലപ്പോൾ 5 കൊല്ലം കൊണ്ട് വന്നേക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലമായിരിക്കും വന്നത്, ചിലപ്പോൾ 50 വർഷം മുമ്പായിരിക്കും വന്നത്. പക്ഷേ റിവാർഡ് ദി സെയിം, കൂലി എല്ലാവർക്കും ഒരുപോലെയാണ് എന്നുള്ളത് ഓർക്കണം. വിശ്വസ്തത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫെയ്ത്ത്ഫുൾനെസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നീ യജമാനനോട് ബന്ധപ്പെട്ട് വിശ്വസ്തയോടെ പ്രവർത്തിക്കുമ്പോൾ നിൻ്റെ റിവാർഡ് എന്ന് പറയുന്നത് ദ സെയിം ആണ് എന്നുള്ളത് ഓർക്കണം. നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് ശ്രോതാക്കളെക്കാൾ വിധികർത്താക്കളുടെ എണ്ണമാണ് കൂടിയിരിക്കുന്നത്. ശ്രോതാക്കളെക്കാൾ വിധികർത്താക്കളുടെ എണ്ണമാണ്. ഇന്ന് കേൾവിക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞു പോയിരിക്കുന്നു, വിധികർത്താക്കളുടെ എണ്ണം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞാൽ എന്തുവാ? 2018 വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാനിരുന്നപ്പോൾ എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു, ഇനി അടുത്തത് വന്നപ്പോൾ ഇനി എല്ലാം ചെയ്യുന്നതൊന്ന് കാണട്ടെ, ഇനി എല്ലാം തകർന്നു പോകും എന്നുള്ള ദുഷ്ടവികാരങ്ങളാണ് മനസ്സിൽ ഉള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളാണ് കഠിനഹൃദയന്മാരായിട്ടുള്ള ആളുകൾ. കഠിനഹൃദയനായിട്ടുള്ള ആളുകൾ. മൂന്നാമത്തെ വ്യക്തി വിനിമയം ചെയ്യുവാൻ താല്പര്യമില്ലാതെ, വിനിയോഗിക്കുവാൻ താല്പര്യമില്ലാതെ കഠിനഹൃദയത്തിൻ്റെ ഉടമയായിട്ട് തീരുകയാണ്. മറ്റൊന്ന് മുൻവിധി. ഞാൻ വന്നാലേ എല്ലാം ശരിയാവൂ, എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനെയുള്ള മുൻവിധി ഒരിക്കലും നല്ലതല്ല. യജമാനൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാഞ്ഞത് എന്താണെന്ന് അവിടെ യജമാനൻ ദാസനോട് ചോദിക്കുകയാണ്. മുൻവിധി ഒന്നിനും കൊള്ളുന്നത് അല്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കണം. അതുകൊണ്ട് മുൻവിധിയില്ലാത്ത വിനിയോഗമാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത്. അക്വിനാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന ഉരുവിട്ട ശേഷം ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. അക്വിനാസിൻ്റെ പ്രാർത്ഥന എന്നാണ്: ദൈവത്തെ മനസ്സിലാക്കാൻ എൻ്റെ ബുദ്ധിയും നിന്നിൽ ആനന്ദിപ്പാൻ എൻ്റെ ഹൃദയവും നിന്നെ പുണർന്ന് മരിപ്പാൻ എൻ്റെ ജീവിതവും അനുവദിക്കണമേ. ഞാനൊന്നുകൂടെ പറയാം: ദൈവത്തെ മനസ്സിലാക്കാൻ എൻ്റെ ബുദ്ധിയും നിന്നിൽ ആനന്ദിപ്പാൻ എൻ്റെ ഹൃദയവും നിന്നെ പുണർന്ന് മരിപ്പാൻ എൻ്റെ ജീവിതവും അനുവദിക്കണമേ. നമുക്ക് ലഭിച്ചതായിട്ടുള്ള താലന്തുകൾ വിനിയോഗിച്ച് കർത്താവിനെ പുണർന്നുകൊണ്ട് ജീവിപ്പാൻ ഈ നോമ്പ് കാലത്ത് നമുക്ക് ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക്